നിങ്ങളൊരു ട്രെയിൻ യാത്രയിലാണ്. അപ്പോൾ ട്രെയിനിൻ്റെ ജനാലയിൽ കൂടി നോക്കുമ്പോൾ ആ ട്രെയിനിൻ്റെ ഓട്ടത്തിനനുസരിച്ച്, അത് ഓടുന്ന വേഗതയ്ക്ക് അനുസരിച്ചും നിങ്ങൾ പല കാഴ്ചകൾ കാണും. ചിലപ്പോൾ ഒരു പുൽമേടായിരിക്കാം, ചിലപ്പം ഒത്തിരി ദൂരെ നിന്ന് കുട്ടികൾ നിങ്ങളെ കൈ കാണിക്കും, ഏതെങ്കിലും കോളനി, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പുഴയുടെ മുകളിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കടലിൻ്റെ സമുദ്രത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വൈവിധ്യമാർന്ന കാഴ്ചകൾ കാണാം ട്രെയിൻ യാത്രയിൽ. ട്രെയിനിൻ്റെ വേഗതയ്ക്കനുസരിച്ച് നിങ്ങളിലേക്ക് വീശുന്ന കാറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ എയർ കണ്ടീഷൻഡ് കമ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ആ തണുത്ത കുളിർത്ത ആ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നാണെങ്കിലും നിങ്ങൾക്ക് പുറം ലോകം കാണാം, അല്ലെങ്കിൽ ഉറങ്ങാം, അല്ലെങ്കിൽ പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണാം, ഇയർഫോണിലൂടെ കേൾക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഫോണിലൂടെ ശബ്ദം ഉയർത്താം. ഇതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ലൈഫ് ഈസ് എ ജേർണി. അവർ ലൈഫ് ഈസ് ലൈക്ക് എ മാജിക്കൽ ട്രെയിൻ. അപ്പോൾ നമ്മളൊരു മാന്ത്രികമായിട്ടുള്ളൊരു ട്രെയിൻ യാത്ര പോലെയാണ് മനുഷ്യജീവിതവും. അപ്പോൾ നിങ്ങളുടെ ശരീരം എന്നത് ട്രെയിൻ പോലെ ഒരു ഉടൽ, ട്രെയിനിൻ്റെ ഉടൽ, ബോഡി ആൻഡ് കമ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ബോഗീസ് കണക്റ്റഡ് ആണല്ലോ എന്നതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ ശരീരം ആണ് ഭൂമി ജീവിതത്തിലെ, ഭൂമി യാത്രയിലെ കമ്പാർട്ട്മെൻറ്റ്. നിങ്ങളുടെ ഈ ശരീരം ഓർക്കുക, നമ്മൾ ഭൂമി ജീവിതത്തിലെ ഭൂമി യാത്രയിലാണ്, ഒരു ട്രെയിൻ ജേർണി പോലെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കമ്പാർട്ട്മെൻറ്റിൽ പലരും വരികയും പോവുകയും ഇറങ്ങുകയും കയറുകയും പല സ്റ്റേഷനിൽ നിൽക്കുകയും പല ശബ്ദങ്ങൾ കേൾക്കുകയും, ചിലപ്പോൾ അന്യ സംസ്ഥാനങ്ങളാകുമ്പോൾ പല ഭാഷകൾ. ഇതാണ് നമ്മുടെ ട്രെയിൻ ജേർണി. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതവും. ഒന്നിനും നിരന്തരത ഇല്ല, നത്തിങ് ഈസ് പെർമനൻറ്റ്. അപ്പോൾ ട്രെയിൻ യാത്രയിൽ ആരൊക്കെയോ കയറുകയും പോവുകയും ചെയ്യുന്ന പോലെ നമ്മുടെ ജീവിതയാത്രയിലും ബന്ധുക്കളായിട്ടും പലരും വരികയും പോവുകയും ചെയ്യുന്നു. ഒന്നിനും പെർമനൻസി ഇല്ല, നത്തിങ് ഈസ് പെർമനൻറ്റ്. നമ്മുടെ അനുഭവത്തിൽ ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ ദുഃഖം, ചിലപ്പം ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും. എന്തായാലും സമയം, പ്രായം, കാലം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനിച്ച ഭൂമിയിൽ വീണ് അന്ന് മുതൽ ആരംഭിച്ച ഈ ശരീരം എന്ന വാഹനം, ഈ ട്രെയിനിലെ യാത്ര, ഈ ശരീരം ഉപേക്ഷിക്കുന്നവരെയും തുടരും, നിർത്തത്തില്ല. നമ്മൾ സാധാരണ ട്രെയിനാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിൽ നിർത്തും, നമുക്ക് ഇറങ്ങാം, കയറാം. ഇത് സാധ്യമല്ല. ഇത് ജീവിതയാത്ര, ജീവിതം എന്ന ട്രെയിൻ യാത്ര. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്നേരം അതാത് സമയം, അതാത് പ്രായം, അതാത് സാഹചര്യം അനുസരിച്ചുള്ളത് ചെയ്തു പോവുക എന്നത് മാത്രമേ ഈ ട്രെയിൻ യാത്രയിൽ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അക്സെപ്റ്റൻസ്, ഈ ഒരു അംഗീകരിക്കലാണ് ഈ ട്രെയിൻ ജേർണിയുടെ സുഖം, സൗഖ്യം, രസം. സോ ലൈഫ് ഈസ് ആൻ അഡ്വെഞ്ചർ. ജീവിതം ഒരു സാഹസികതയാണ്. അപ്പോൾ ജീവിതയാത്ര ഒരു വിനോദമാണ്. നമ്മളൊരു വിനോദയാത്ര അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്ന പോലെ നമ്മൾ ഈ ജീവിതയാത്ര തുടരുക തന്നെ വേണം. വേറെ മാർഗമില്ല. ഈ ശരീരം എന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത് വരെ. അപ്പോൾ അതിനാൽ വി ആർ ഇൻ എ ട്രെയിൻ ജേർണി ആൻഡ് ദിസ് ട്രെയിൻ ഈസ് എ മാജിക്കൽ ജേർണി. സോ ഇതൊരു മാജിക്കൽ ട്രാവലായിട്ട് കാണുക. ഒന്നും നിരന്തരമായിട്ടില്ല. അപ്പോൾ ജലത്തിലുണ്ടാകുന്ന കുമിളകൾ പോലെ നൈമിഷികമാണ് അനുഭവങ്ങൾ. ദർ ഇസ് നത്തിങ് പെർമനൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ബന്ധനങ്ങളാക്കാതിരിക്കൂ, കാരണം നത്തിങ് ഈസ് പെർമനൻറ്റ്. ഒന്നും സ്ഥിരതയില്ല. അനുഭവത്തിനും ബന്ധങ്ങൾക്കും ഒന്നും സ്ഥിരതയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ട്രെയിൻ ജേർണിയിൽ. അപ്പോൾ അതിനാൽ ഓവർലി അറ്റാച്ച്ഡ് ആകുക, ഒന്നിനോടും ആരോടും പാടില്ല. ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായി, സത്യസന്ധമായി, ഹൃദയനിറവോട് ചെയ്തുകൊണ്ടിരിക്കുക. അത്ര മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ ഉള്ളൂ. ഇപ്പോൾ ട്രെയിൻ ആരോ ഓടിക്കുകയല്ല, ട്രെയിനിൻ്റെ എൻജിൻ ആരുടെയോ കൺട്രോളിലല്ലേ. നിങ്ങൾ ആ ട്രെയിനിൻ്റെ അകത്ത് ഇരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം.
അപ്പം നിങ്ങളുടെ ഇച്ഛാശക്തി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്വതന്ത്രമായിട്ട് ചെയ്യാൻ സാധിക്കുന്നു. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കും. അങ്ങനെ ജീവിതയാത്ര വിനോദമായിട്ട് തുടരാം.